ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തിയുടെ റെസിപ്പിയുമായാണ് കേട്ടോ. അപ്പോൾ മത്തി അതിനായി ഞാൻ എടുത്തത് ഇതാ 1 കിലോ മത്തിയാണ് കേട്ടോ. ഇതാ അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അതെല്ലാം മുറിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ മത്തിയെല്ലാം ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ മത്തിയാണ്. ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇത് പകുതി എടുക്കുന്നില്ലൂ. ബാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ വറുത്തരച്ചിട്ടാണ് മത്തി വെക്കുന്നത്. അപ്പോൾ അതിനായി വേണ്ടുന്ന സാധനങ്ങളാണ്: 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 ചെറിയ ഉള്ളി നടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, പിന്നെ ഇച്ചിരി ഉലുവ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കൂടി പോകരുത്, ഉലുവ കഴിക്കും. ഇപ്പോൾ 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടുന്നതാണ് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്ത പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളി. അത് ഞാൻ പിന്നെ നടുകെ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുടംപുളിയാണ് ഇടുന്നത്. അതിൽ 3-4 ചുള കുടംപുളി എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചതാണിത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് മത്തിക്കറിക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായി ഞാനൊരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായതിന് ശേഷം നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് വറക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ജീരകവും ഉലുവായും ചെറിയ ഉള്ളി എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ റെഡി ആകുമ്പോഴത്തേക്ക് അതും അതിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വന്നോളും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കളർ മാറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ചെറിയ തീയിലേക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കളർ മാറ്റി ഒന്ന് എടുക്കാം. അപ്പോൾ ചെറുതായി ഒന്ന് തേങ്ങയുടെ ആ ഒരു നിറം മങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അത് ഏകദേശം ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ബ്രൗൺ നിറമാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ബ്രൗൺ നിറമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ച മണക്കി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ച മണക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി അത് ആ ചൂട് കിടന്നിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കരിയില്ല, ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ പാത്രത്തിന് കുറച്ച് ചൂട് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ചൂടായിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മീൻകറിക്കുള്ള മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് മീൻകറി റെഡിയാക്കാനുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾക്ക് തക്കാളി, ഉള്ളി, ഇഞ്ചിയും പിന്നെ പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, 1 തക്കാളി അരിഞ്ഞത്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്,
പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിരുന്നു. എന്നാലും ഇതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് അതിന് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ മസാല ഒന്ന് ചേർത്തിട്ട് വരാം. അപ്പോൾ വഴറ്റിയതിലേക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ കുറച്ച് മതി, ഒരുപാടൊന്നും ഇളക്കി കൊടുക്കണ്ട. ഈ അരപ്പ് നന്നായി ഒന്ന് തിളച്ച് ചൂടാവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മസാല തിളച്ചിട്ട് ചെറുതായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കൊടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളത്തോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ല എത്രയാണ് ചാറ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇനി നമ്മൾക്കത് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി ഉള്ളിയെല്ലാം വഴറ്റാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഇനി നമ്മൾക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പെല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയുള്ള മസാല എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മത്തിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വലുതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം 2 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കൈക്ക് തെറിക്കും. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നുകൂടി ഉപ്പ് നോക്കി കൊടുക്കാം. കുറവാണെങ്കിൽ ആ സമയം ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് രണ്ടാമത് ഇടണ്ട. അപ്പോൾ നല്ല പാകത്തിന് തന്നെ ഉപ്പുണ്ട്. ഇനി നമ്മൾക്കിത് കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എത്രയാണോ ചാറ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ചാറാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് പിന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മീൻകറി റെഡിയായെന്ന് നോക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാ ഈ സൈഡിലേക്കൂടെ എല്ലാം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പാകത്തിന് തന്നെ ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇരിക്കും തോറും ഈ ചട്ടിയുടെ ചൂട് കിടന്നിട്ട് തന്നെ തിക്കായി വന്നോളും. കണ്ടില്ലേ, ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ മത്തി കിട്ടിയാൽ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിന് നല്ല ഉപ്പല്ല പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുടംപുളിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ നന്നായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് ആ ചൂടാറിയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.